ഇവൻ ചെയ്ത് കൂട്ടിയുള്ള പാപത്തിൻ്റെ പരിണിതഫലം വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെ കിടന്നാൽ പോരാ. ഇങ്ങനെ പലരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്, പലരും തിരസ്കരിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വേദന, എൻ്റെ ശരീരത്തിലെ ഏറ്റവും മുറിവിനായിട്ടും വലിയ വേദന എൻ്റെ മനസ്സിലായിരുന്നു. ഒരിക്കൽ ഞാനും ഡിസനും കൂടിയിട്ട് മദ്യപിച്ചിട്ട് കഞ്ചാവൊക്കെ വലിച്ച് ഞങ്ങളിങ്ങനെ ഒരു 10 മണിയായിട്ട്, രാത്രി 10 മണിയായി. ഞങ്ങളവിടെ നിൽക്കുന്ന നേരത്ത് ഒരു 3-4 യുവാക്കൾ ഒരു സ്ത്രീയെ വ്യഭിചരിക്കാനായിട്ട്, അന്ന് പണിയൊന്നും കഴിഞ്ഞല്ലേ, അങ്ങനെ ബിൽഡിങ്ങുകൾ 3-ാം നില 4-ാം നില 5-ാം നില വരെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് ഒരു യുവതിയെ പാപം ചെയ്യാനായിട്ട്, അതായത് വ്യഭിചരിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ അവരെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഏറ്റവും ടോപ്പിൽ 4-ാം നില വരെ എത്തി. ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് പിശാച് ലിഫ്റ്റിൻ്റെ വലിയൊരു കുഴിയിലേക്ക് എന്നെ തള്ളിയിടുകയായിരുന്നു. ഡിസൈൻ കുറച്ച് സ്ത്രീ വിഷയത്തിൽ ഭയങ്കര വീക്കായിരുന്നു. സ്ത്രീകളെ കാണുമ്പോൾ അവന് പെട്ടെന്ന് അവരുമായിട്ട് വ്യഭിചാരം ചെയ്യണമെന്നുള്ള വലിയ താല്പര്യക്കാരനായിരുന്നു. അവിടെ ഡിസൈനെ കാത്തിരുന്നത് സ്ത്രീകളല്ല, ഒരു വലിയ അപകടമാണ് ആ മകനെ കാത്തിരുന്നത്. ഒരു നിമിഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയുന്നില്ല. എൻ്റെ ശരീരം ആകെ രക്തം വാർന്നൊലിക്കുക. ഞാൻ ഈ 4 നിലയുടെ മുകളിൽ നിന്ന് കമ്പികളിൽ തട്ടി ഞാൻ താഴെ വീണ് കിടക്കുക. ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം നോക്കിയപ്പോൾ എൻ്റെ ഇടത് കാല് മുട്ടിന് കീഴ്പ്പെട്ടായിട്ട് 2 കഷ്ണമായിട്ട് മുറിഞ്ഞ് കിടക്കുക. എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കുഴിയിൽ കിടന്ന് ഞാൻ രക്തം വാർന്നൊലിച്ച് ഇഞ്ചിഞ്ചായി മരിക്കാൻ പോവുക. ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യാനായി എൻ്റെ അരയിൽ കിടക്കുന്ന ഒരു മുണ്ടൂരി ഒരു കുടുക്കിട്ടിട്ട് ഒരു കമ്പിയിലേക്ക് എറിഞ്ഞു. എന്നാൽ ആ കുടുക്ക് കമ്പിയിൽ വീണില്ല. അവസാനം ഈ ഒടിഞ്ഞ കാലിനെ നിവർത്തി വെച്ച് വരിഞ്ഞ് മുറുക്കി കെട്ടി ഞാൻ അങ്ങനെ മലന്നടിച്ച് കിടന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ ആ കുഴിയിൽ കിടന്നു. എന്നെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീണിട്ട് മണിക്കൂറോളം ഈ മയക്കം വരുന്നതിൻ്റെ ആ ഒരു പവറിൽ ഈ വേദന എന്തെന്ന് ഡിസറിഞ്ഞില്ല. ആ രാത്രിയിൽ എനിക്ക് ഞാൻ നിലവിളിച്ച് എൻ്റെ ശബ്ദമെല്ലാം നഷ്ടപ്പെട്ടു. അവസാനമായി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ സ്വയം എൻ്റെ മൂത്രം തന്നെ ഞാൻ എൻ്റെ കൈക്കുമ്പിളിയിൽ ഒഴിച്ച് ഞാൻ കുടിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം കിട്ടിയത്. അതുവരെയ്ക്ക് ആ ഇരുട്ട് റൂമിൽ കിടന്ന് ഞാൻ അനുഭവിച്ച ഒരു നരകയാതനയുണ്ട്. മരണം മുഖാമുഖം ദർശിക്കുകയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ പല നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് പലരും കൂടി ദൈവമില്ല എന്നെല്ലാം പ്രചരിപ്പിക്കാനും അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടെ ഞാൻ രാത്രി യാമങ്ങളിൽ പ്രവർത്തിക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, ഇങ്ങനെ നടക്കലായിരുന്നു എൻ്റെ ചിന്ത. ഡിസൈൻ നെക്സലിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ആ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്നു. അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. ഈ ലോകത്തിൽ എല്ലാ കാര്യത്തിലും കർത്താവ് ഞാൻ തന്നെയാണ്. എൻ്റെ ഇടം, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, ഇങ്ങനെയുള്ള ഒരു മർക്കടമുഷ്ടിയായിരുന്നു എൻ്റെ കയ്യിൽ. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായതിലൊരു ഈ ധർമ്മക്കാർ പിച്ചക്കാർ കുറേ കേന്ദ്രീകരിച്ച മേഖലയായിരുന്നു അവിടെ. അതിലത്തെ ഒരു പിച്ചക്കാരനെ മദ്യം മേടിച്ചെടുത്ത് കുടിപ്പിക്കുക, അങ്ങനെ തല്ല, ഈ വക ഒരു ഹോബിയിലാണ് ഡിസൻ്റെ അന്നത്തെ ഒരു പഴയകാല ചരിത്രം. 16 വയസ്സിൽ SSLC കഴിഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂർ ശക്തിനമ്പര മീൻ മാർക്കറ്റിൽ കടന്നില്ല. അവിടെ യൂണിയൻകാരെ കൂടെ നിന്നിട്ട് അവർക്ക് മീനുകൾ കൊട്ടകളൊക്കെ കൊടുത്ത് സഹായിക്കാൻ നിൽക്കുമ്പോൾ അവർക്കുള്ള മീനുകളൊക്കെ ശരിക്കും അവിടെ കളവ് തന്നെയാണ്. മീൻ കക്കൽ തന്നെ, മീൻ പറക്കാൻ പോയിരുന്ന ഞാൻ മീൻ കക്കാൻ തുടങ്ങി. നമ്മൾ ശക്തനിലേക്ക് മാർക്കറ്റിലേക്ക്, ഇപ്പോഴത്തെ മീൻ മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ വന്ന് തടഞ്ഞു നിർത്തുക, വടിവാള് കാണിക്കുക, പൈസ മേടിക്കുക, അങ്ങനെ ഒരു ഡിസൈനായിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചൻ, അവർക്കൊരു സമാധാനം, സന്തോഷം ഞാൻ കൊടുത്തിരുന്നില്ല. എന്ത് വിശേഷം വന്നാലും ഒരു രാത്രിയിൽ എന്നെ കാണാതായാൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും. 20 വർഷം മുൻപ് 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പൈസ പോലും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം പിടിച്ച് വടിവാട് കഴുത്തിലെ വയ്ക്കുക, പൈസ മേടിക്കുക, എന്തൊക്കെ ഉണ്ടെങ്കിൽ ഗോൾഡൊക്കെ ഉണ്ടോ അതൊക്കെ മേടിക്കുന്ന ഏറ്റവും വലിയൊരു കണ്ണിഡിസ്. ഈ ചാരായത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി ഒന്നും ആവാതായപ്പോൾ ഞാൻ ഈ പെത്തടീനും ബ്രൗൺ ഷുഗറും അതുപോലെ ചരസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ വലിയ മയക്കുമരുന്നാണിത്. ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങാന്ന് പറയുകയാണെങ്കിൽ മാനസിക നില തെറ്റും. ഒരു മാനസിക രോഗിയുടെ അവസ്ഥയായിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ അറിയില്ല. അന്നത്തെ ഈ വണ്ണം കുറഞ്ഞ ഡിക്സൺ എങ്ങനെ ഗുണ്ടാ സംഘത്തിന് ഏറ്റവും വലിയ മുഖ്യ കണ്ണിയെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണിത്. ഈ വണ്ണം കുറഞ്ഞ ഒരാളെയാണോ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നതെന്ന് കാലങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അത് അവൻ്റെ അപ്പോഴാണ് മനസ്സിലായത്, അത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മയക്കം വരുന്നതിന് കഞ്ചാവിൻ്റെ ബലത്തിലാണ് അവൻ കിടന്നിട്ട് എല്ലാവരും ആക്രമിച്ചിരുന്നത്. ദുർഗപ്രസാദും ചാപ്പിളി ബിജുവും പല്ലറാഫിക്കും
അവിടെ തളർച്ച വളരുന്ന സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും കിട്ടാനാണ് ഈ ടീമിലേക്ക് പല യുവാക്കളും കടന്നു വരുന്നത്. ഇത് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പൈസയും കൊടുക്കാതെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവരുടെ കൂടെ ഏത് സമയത്ത് ഏത് രാത്രിയും പകൽ വിളിച്ചാലും എപ്പോഴും ഇവരുടെ കൂടെ നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് കുടുംബമില്ല, എൻ്റെ ജന്മം നൽകിയ മാതാപിതാക്കളില്ല, എൻ്റെ സഹോദരന്മാർ ആരുമില്ല. ആര് പറഞ്ഞാലും കൂട്ടാക്കില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തു തന്നെയാണെങ്കിലും ഈ പാപത്തിലൂടെ ജീവിക്കാൻ, ഈ ലോകത്തിൻ്റെ സമൂഹങ്ങളിൽ ജീവിക്കാൻ പിശാച് എന്നെ ശരിക്കും എടുത്ത് ഒരു ഉപകരണമാക്കിയായിരുന്നു. ശരിക്ക് ഈ ലിഫ്റ്റിൽ വീണ് ഞാൻ തകർന്ന സമയത്ത് 2 വർഷം ഞാൻ തളർന്നു കിടന്നു. അതന്നെ ആ സഹനത്തിലൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, കഷ്ടത സഹനശീലം ആത്മധൈര്യവും പ്രത്യാശ നൽകുന്നതാണ്. ഒരു കഷ്ടത ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിച്ചു വരുമായിരുന്നില്ല. ആ സഹനമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് എനിക്കിടയായത്. എൻ്റെ തണ്ടിൽ അവിടെ നിന്ന് എല്ല് ചെത്തിയെടുത്തിട്ട് ഈ അടുത്ത് കല്ലൊട്ടിച്ച് വെച്ചിട്ടാണ് ആ ഓപ്പറേഷനിലൂടെയാണ് ഞാൻ 2 വടിയും ഞൊണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ അവിടുത്തെ വചനം കേൾക്കുമ്പോൾ എനിക്ക് ആ വചനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവിടുന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കുമ്പസാരം എന്ന കൂദാശ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിച്ചു. ഞാൻ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ്, വിദ്വേഷം, കോപം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഓരോന്നായി എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു പുതിയ സൃഷ്ടിയായപ്പോഴാണ് ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയത്. ഒരുപാട് 15-26 പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാണെന്ന്. ഈശോ ആണ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയത്. ഈ ഒരു കർത്താവിന് സാക്ഷ്യം നൽകാൻ കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ വചനകൂടാരത്തിലെ വിശുദ്ധ കുർബാന നടക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ് വിശുദ്ധ ബലി. ആ വിശുദ്ധ കുർബാനയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞ് അനുദപിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണ് ഈശോയെ, നീ എന്നോട് കരുണ തോന്നണമെന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ കൃപ കർത്താവ് എന്നിലേക്ക് ചൊരിയുകയായിരുന്നു. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുക. ആ ദിവ്യകാരുണ്യത്തിലേക്ക് 2 കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമെന്ന്. ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു ശക്തി എന്നിലേക്ക് കടന്നു വരിക. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നമ്മളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞാനൊരു പുതിയ സൃഷ്ടിയായി. എന്നെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ 2 വടിയും ഉപേക്ഷിച്ച് തുള്ളിച്ചാടി നടക്കാൻ എനിക്ക് സാധിച്ചു. തൃശ്ശൂർ ശക്തി തമ്പുരാൻ മാർക്കറ്റിലാണ് എല്ലാ ഗുണ്ടായിസം ടീമുകൾ വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഓരോ കൊട്ടേഷൻ ടീമുകളിലും ഓരോരുത്തർ അവരുടെ ഏറ്റവും വലിയ ശക്തി പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ് ജയ്ഹിന്ദ് മാർക്കറ്റ്, ശക്തി തമ്പുരാൻ മീൻ മാർക്കറ്റ്, ഇറച്ചി മാർക്കറ്റ്, പച്ചറി മാർക്കറ്റ്. ഇവിടെ ഗുണ്ടകൾ തമ്മിൽ എപ്പോഴും തല്ലി മരണത്തിലേക്ക് കലാശിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുക. അതിൽ ഒരുപാട് വലിയ പ്രസിദ്ധമായ ഗുണ്ടകളൊക്കെ ഇന്ന് മരണത്തിന് വിധേയപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞുമക്കൾ പോലും അപ്പ എന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം കണ്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ഇവിടെ വെച്ച് നിർത്താമെന്നുള്ള വലിയൊരു ദൈവവിളി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് എനിക്ക് ഈ ലോകത്തിൽ ഈ ഗുണ്ടകളോട് നടക്കുമ്പോഴുള്ള ആ ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളല്ല എനിക്ക് വേണ്ടത്. എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ആനന്ദം, സമാധാനം, സന്തോഷമാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ കടന്നു വന്നു. ശരിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ്ലീഹയുണ്ട്. പൗലോസ്ലീഹ സാവൂളായിരുന്നു. സാവൂള് ക്രിസ്തുവിനെ പീഡിപ്പിച്ചാനാ. ഞാനും ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പീഡിപ്പിച്ചാനാ. ഞാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഞാൻ സഭയ്ക്കെതിരെ, ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ച മകനാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ സാവൂള് പൗലോസായി മാറിയതുപോലെ എനിക്ക് യഥാർത്ഥ മാനസാന്തരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു.
സൗള് വീണതുപോലെ ഞാനും വലിയൊരു തകർച്ചയിലേക്ക് വീണു. അവിടെ നിന്ന് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുകയായിരുന്നു. പഴയ ഡിസൈനും പുതിയ ഡിസൈനും അത് കഴിഞ്ഞാൽ ഒരു അത്ഭുത ഒരു പ്രതിഭാസമാണ് ഇന്നത്തെ ഡിസൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ എന്ന് പറയുന്ന വ്യക്തിനെ കണ്ടിട്ടാണ് ചിലപ്പോൾ ഞാൻ പോലും അതിശയിച്ചൊരു മാനസാന്തരത്തിലേക്ക് വന്ന് ഞാൻ ഈ ഡിസൈനെ കണ്ടിട്ടാണ്. ഈ ഡിസൈനിലൂടെയാണ് ഡിസൈനോട് ഞാൻ അന്നത്തെ ഡിസൈൻ എനിക്കറിയാം. ഇന്ന് ഡിസൈൻ നീയൊക്കെ ആത്മീയതയിലേക്ക് രക്ഷപ്പെട്ടോ, അപ്പൊ പറയണേ ഞാൻ കണ്ട ദൈവത്തെ ഞാൻ നിനക്ക് കാണിച്ചു തന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനേകം മക്കൾക്ക് ഈശോയെ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് സഭയോട് ചേർന്ന്, വിശുദ്ധ ബലിയോട് ചേർന്ന്, ആരാധനയോട് ചേർന്ന്, കൂദാശകളോട് ചേർന്ന് ജീവിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിലനിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ആ മനുഷ്യരിലൂടെ അനേകായിരങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ക്ലാസ്സുകൾ വഴി അനേകം മക്കളെ നവീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്ന് ഡിക്സിന് സാധിച്ചിട്ടുണ്ട്. അനേകം കുടുംബങ്ങൾ, അനേകം മദ്യപാനികൾ, ഗുണ്ടായുസത്തിൽ നടക്കുന്ന ഒത്തിരി ആൾക്കാരെ ആ മകൻ കണ്ട് ഇന്ന് ദൈവത്തിൻ്റെ കൂടെയാണ് ആ മകൻ. ഒരു കാലഘട്ടത്തിൽ ഞാൻ നിന്ദിക്കപ്പെട്ടവനും തിരസ്കരിക്കപ്പെട്ടവനും പരിഹാസിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ ഇന്ന് ഇടവക പള്ളിയിലും തൃശ്ശൂർ അതിരൂപയിലും വിവിധ വചന കൂടാരത്തിലും പുത്തമ്പയിലേക്ക് രാസി ഭവനങ്ങളിലെല്ലാം കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് കർത്താവിനെ ഒരു ഉപകരണമാക്കി മാറ്റാൻ, ഈ സന്തോഷം സമാധാനം നമുക്ക് ഈ ലോകത്തിൽ എന്ത് തന്നെ കിട്ടിയാലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത്. മറ്റുള്ളവൻ്റെ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കി അവനെ ക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവൻ. ആ സ്വർഗീയ ആനന്ദം അനുഭവിച്ച വ്യക്തി ഒരിക്കലും ഈ ലോകത്തിൻ്റെ പാപത്തിലേക്ക് തിരിച്ചു പോകില്ല. ആ പാപ സാഹചര്യം നിറയപ്പെട്ട തൃശ്ശൂർ മത്സ്യ മാർക്കറ്റിൽ തന്നെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായിട്ട് പിന്നെ കച്ചവടത്തിനൊക്കെ ചെല്ലുമ്പോൾ പലവർക്കും അത് ഒരു ചോദ്യചിഹ്നമായിട്ടായിരുന്നു. അനേക മദ്യപാനികളെ പിന്നീട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരികയും ധ്യാനത്തിൽ കൊണ്ടുവൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഡിസ്നയുടെ പരിചയപ്പെടാൻ സാഹചര്യം, ഞാൻ കുറേ രോഗപീഠകളിൽ കടന്നുപോയ വ്യക്തിയാണ്. അപ്പോൾ ഡിസ്നേട്ടൻ ഞാനിപ്പോഴും രോഗത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ ഡിസ്നേട്ടൻ എന്നെ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്നെ വന്ന് കാണാനും യേശുവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ ഒരുപാട് മക്കൾ ഈ ലോകത്തിൻ്റെ പാപത്തിൽ ജീവിക്കുന്നുണ്ടെന്ന്. അവരെ ഈ യേശുവിനെ പങ്കുവെച്ച് കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. ഞങ്ങളൊക്കെ എപ്പോഴോ വടിവാളിനൊക്കെ ഇരയായി പോകുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി പോകേണ്ട ആൾക്കാരാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട്, അത് അന്ന് ഞങ്ങൾ അവിടെ പോയി ധ്യാനം കൂടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിന്ന് രക്ഷപ്പെട്ട് ഇന്ന് കുടുംബത്തിൽ നല്ലൊരു അപ്പച്ചനായിട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ഡാഡിയായിട്ടൊക്കെ, ഞങ്ങൾക്ക് ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിട്ടൊക്കെ ജീവിക്കാനായിട്ട് കഴിയുന്നത് ഞങ്ങൾ ദൈവത്തിനോട് കൂടെ ചേർന്ന് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. എനിക്കെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളൊന്നും നേടിയെടുത്തല്ല, നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. ഇത് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ ഈശോയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കുടുംബം, അപ്പോസ്തല പ്രവർത്തനം 16:30 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം എനിക്ക് തന്ന എൻ്റെ കുടുംബമാണ്. എൻ്റെ ജീവിത പങ്കാളി. ഇന്ന് ഞാൻ ആത്മീയ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയാണ്. ആ മകള് മധ്യസ്ഥം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് ശുശ്രൂഷയിൽ നിലനിൽക്കില്ല. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളും പഠിക്കണ്. അവർ നമുക്ക് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും അവരത് നമ്മളോട് ചേർന്ന് നിന്ന് അതിനെ അപ്പനായാലും അമ്മോടായാലും അത് സാരമില്ല, അല്ലെങ്കിൽ അതിങ്ങനെയല്ല പിസ അങ്ങനെ പറഞ്ഞ് നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യണ മക്കളാണ്. ഇന്ന് എൻ്റെ 3 മക്കള് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ സാക്ഷി ജീവിതം നയിക്കാൻ എനിക്ക് സാധിച്ചു. വലിയൊരു റെസ്റ്റോറൻ്റ് അവിടെ എനിക്ക് മീൻ കച്ചവടം ചെയ്യാനായിട്ട് ഒരു മുറി ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അവിടെ എന്നെ സഹായിക്കാനായിട്ട് 2 പേരുണ്ട്. ഒരു ആസാമിൽ നിന്നുള്ള ഭായിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരു മകനുണ്ട്.
എൻ്റെ കൂടെ എൻ്റെ ഒരു 3 മക്കളും എന്നെ സഹായിക്കാനായി വരും. ഈ വരുമാന മാർഗത്തിൽ ഇന്ന് ദൈവം കിട്ടുന്ന വരുമാനത്തിലൂടെ ജീവിക്കാൻ, സന്തോഷം സമാധാനം അനുഭവിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ ജീവിതം തന്നത് തന്നെ ഏറ്റവും വലിയ നന്ദി ദൈവത്തിന്. ഇതിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഞാൻ എൻ്റെ ഇടവക പള്ളിയായ മേരിമാത ചർച്ചിൽ ഇന്ന് ദേവാലയ ശുശ്രൂഷ ചെയ്യാനായിട്ട് സീനിയർ ഓൾട്ടർമാനിൽ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. കാരണം നമുക്കറിയാം, ഒരു ഇടവക പള്ളിയിൽ സാക്ഷി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അനേക മക്കളുടെ മുമ്പിൽ സാക്ഷി ജീവിതം നയിക്കാൻ സ്വന്തം ഇടവക പള്ളിയിലാണ് നമുക്ക് സാധിക്കാതെ വരിക. അവിടെ സാക്ഷി നൽകി കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ സാക്ഷി നൽകാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇടവക പള്ളിയിലാണ് കർത്താവ് എന്നെ സാക്ഷ്യത്തിനായി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവസന്നിധിയിൽ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആൾത്താര ബലിപീഠത്തിൽ ഞാൻ ധൂപം വീശുമ്പോൾ, സക്രിയ ധൂപം വീശിയ പോലെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചാണ്. ഞാനും എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആരാധനയാണ് ആ വിശുദ്ധ ബലി. എനിക്ക് വേറൊന്നുമില്ല, സ്വർഗീയ സന്നിധിയിൽ എൻ്റെ ഈശോയെ കണ്ട് ആരാധിക്കാനായിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ആ ഓൾട്ടർമെൻ്റ് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഈശോയുടെ രക്തത്താലും ശരീരത്താലും എന്നെ വീണ്ടെടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇന്ന് ദൈവം എനിക്ക് ദാനമായി തന്ന ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ഇത് നല്ലൊരു കുടുംബം സമാധാനമായിട്ട് ജീവിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഇത് ഞാൻ സ്വയം എടുത്തതല്ല, അത് അവിടുത്തെ ദാനമാണ്. കർത്താവിൻ്റെ വഴിയിലൂടെ ജീവിച്ചപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷം, ആനന്ദക്കും അനുഭവിക്കാൻ സാധിച്ചത്. പഴയൊരു ഡിസൻ ഉണ്ടായിരുന്നു. അവൻ ഭയത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച മകനാണ്. എന്നാൽ ഇന്ന് എനിക്കറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ആ ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് എന്നിലുള്ള പ്രകാശം ഇന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമായി പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇന്ന് എത്ര വലിയ പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി കടന്നു വരാൻ. ഇത് ഞാൻ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇന്നും ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ജീവനുള്ള ദൈവത്തെ അറിഞ്ഞെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ജനിക്കുന്നത്. ഞാൻ വീണപ്പോഴൊക്കെ ദൈവം എൻ്റെ കരം പിടിച്ചിരുന്നു. അവനോട് നന്ദി പറയാൻ ഈ ജീവിതം തന്നെ പോരാ.